എത്ര വലിയ ആനവയറുണ്ടെങ്കിലും ഇനി ആരും ചാടിക്കളിച്ചിട്ടും കുന്തിരിടുത്തിട്ടും വയറ് കുറച്ചിട്ട് വിഷമിക്കേണ്ടട്ടോ. നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരു 2-3 ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് കാണിക്കണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കാണാൻ തുടങ്ങിക്കോളി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയൽ മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് തൈറോയ്ഡ് പ്രശ്നമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്നൊരു ഡ്രിങ്കും കൂടെയാണ്. അപ്പം വയറ് കുറക്കാനും വണ്ണം കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. തൈറോയ്ഡ് രോഗമുള്ളവർക്ക് ചിലപ്പോൾ ചില വെള്ളങ്ങൾ പറ്റൂല, പ്രമേഹ രോഗികൾക്ക് ചില വെള്ളങ്ങൾ പറ്റൂല. പക്ഷെ അതൊക്കെ പറ്റുന്ന ഒരു വെള്ളമാണ്. അതുപോലെ തന്നെ അതൊക്കെ നോർമൽ ആവാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളം കൂടിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തുകണത് എന്താ വെച്ചാൽ മെയിനായിട്ട് വേണ്ട ചേരുവ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും വീട്ടിൽ എപ്പോഴും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് സബ്ജ സീഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിന് കസ്കസ് എന്നൊക്കെ പറയാറുണ്ട്, ഫലൂദ. അതുപോലെ തന്നെ എന്താണ് ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ചേരുവ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല ഭംഗിയാണ്, എന്നത് കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഏതൊരു ജ്യൂസുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. ഇത് രണ്ടും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ വേറെയുണ്ട്, ഒരു 2-3 ചേരുവയും കൂടി ചേർക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വണ്ണം കുറയാൻ നല്ല ആവശ്യമുള്ള ഒരുപാട് യൂസ്ഫുൾ ആകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സബ്ജ സീഡ്സ് നല്ലോണം കഴുകിയിട്ട് ഇതുപോലെ അരിപ്പയിൽ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് നമ്മൾ വെള്ളം അങ്ങോട്ട് പാരുമ്പോഴേക്കും ഇത് നല്ല പോലെ ഇങ്ങനെ എന്താണ് കുതിർന്ന് വഴുവഴുപ്പായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അരി കഴുകിയിട്ട് ഒഴിവാക്കുന്ന പോലെ അരി അവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് പോകില്ല, വെള്ളത്തിൻ്റെ കൂടെ ഇതും ചാടും. അതുകൊണ്ട് ഞാൻ ഒരു അരിപ്പീക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് ശരിക്കും അങ്ങോട്ട് ഊറ്റിയെടുത്തത്. ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് കുതിർക്കാൻ വെക്കുന്ന വെള്ളം നല്ല ഇളം ചൂടുള്ള വെള്ളമായിരിക്കണം കേട്ടോ. കാരണം നമുക്ക് വയറ് കുറക്കാനാണ് നമ്മളിത് ചെയ്യണത്. നേരെ മറിച്ച് നമ്മൾ ഒരു ഇഷ്ടത്തോടു കൂടി ഒരു ഡ്രിങ്ക് കുടിക്കാനാണ്, ദാഹം മാറാനാണ്, രുചി കിട്ടാനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പച്ചവെള്ളമോ തണുത്ത വെള്ളമോ ഒക്കെ എടുത്തോളി. പക്ഷേ ഇത് നമുക്കൊരു മെഡിസിൻ റെഡിയാക്കി എടുക്കണോണ്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുതിർത്തിട്ട് ഒരു അരമണിക്കൂറിന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു അരിപ്പയിൽ വെച്ചതുകൊണ്ട് തന്നെ ഇത് നല്ല കട്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഇതിൽ കുറഞ്ഞ കൊളസ്ട്രോളേ അടങ്ങിയിട്ടുള്ളൂ, അതുപോലെ തന്നെ നല്ലോണം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിൽ സിങ്ക്, മഗ്നീഷ്യം, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, കാൽസ്യം ഇതൊക്കെ ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്നത് അതെന്തോ ഒരു ഗുരു ഇത് നമുക്ക് കല്യാണ വീട്ടിൽ ചെന്നാൽ ആ ഡ്രിങ്കിലും ഉണ്ടാവും, അതുപോലെ തന്നെ വീട്ടിലൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാനേ ഉണ്ടാവും. അപ്പം നമ്മളെന്താ വിചാരിക്കേണ്ടത്, ഇത് നമുക്ക് വണ്ണം കുറക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മൾ 2 ടേബിൾ സ്പൂണൊക്കെ രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ പിന്നെ ഭക്ഷണത്തോടുള്ള ആർത്തി അങ്ങോട്ട് മാറും, വയറ് നിറഞ്ഞൊരു ഫീലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്കത് നല്ല ഇഷ്ടത്തോടു കൂടി കുടിക്കുന്ന രീതിയിലാണ്, ആർക്കും ഒരു മടുപ്പോ വെറുപ്പോ ഒന്നുമില്ലാത്ത രീതിയിലാണ് നമ്മളിത് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് രണ്ടാമതായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ വണ്ണം കുറയാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണെന്ന് എല്ലാവർക്കും അറിയാം. ചെറുനാരങ്ങ ശരീരത്തിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിലൂടെ തന്നെ നമ്മളെ മൂത്രനാളി വൃത്തിയാക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് നമ്മളെ കരളിൻ്റെ ദുഷിപ്പുകളിൽ നിന്ന് നല്ലോണം സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് അതിൻ്റെ കൂടെ തന്നെ എൻസൈമെൻറ്റിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കണമാണ്. അതുപോലെ തന്നെ നമുക്ക് ശരീരഭാരം കുറക്കാൻ നല്ലോണം സഹായിക്കും. നമ്മളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലോണം സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ചെറുനാരങ്ങ. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള എന്താ വെച്ചാൽ നമ്മളെ ശരീരത്തിൻ്റെ മുഖത്തിൻ്റെ തൊലിൻ്റെ ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. പിന്നെ നമ്മളെ ഹൃദയത്തിന് ഗുണകരമായിട്ടുള്ള വിറ്റാമിൻ സി, പൊട്ടാസ്യം ഒക്കെ ഈ നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു സംഭവമാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളം കലക്കാൻ എന്നുള്ളൊരു രീതിയിലാണല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചെറുനാരങ്ങ നമുക്ക് തൊണ്ടവേദന, നീർക്കെട്ട്, സന്ധിവേദന, അതുപോലെ തന്നെ നമ്മളെ പേശികളിലൊക്കെ വേദന, അതിനൊക്കെ നല്ലൊരു ഉത്തമ പരിഹാരം തന്നെയുണ്ടത്. അതുപോലെ തന്നെ നമ്മളെ പല്ലിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, പല്ലിൻ്റെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ നാരങ്ങ നീര് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ, ഈ നാരങ്ങൻ്റെ നീരുണ്ടല്ലോ, നാരങ്ങ വെള്ളം കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നാരങ്ങൻ്റെ നീര് നമ്മളെ ഊനുമലും, ഊനെന്ന് പറഞ്ഞാൽ മോണട്ടോ, ഞാനിപ്പോൾ എൻ്റെ പച്ച മലയാളത്തിൽ പറയുകയാണ്, നമ്മളെ ഭാഷയിൽ ഊന് നാട്ട് നമ്മളിവിടെ മലപ്പുറം ഭാഷയിൽ പറയൽ ഊനെന്നാണ്. മോണ രോഗത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി കഴിയും. പിന്നെ അതുപോലെ തന്നെ ഈ മലവിസർജനം ഉണ്ടല്ലോ, അത് സാധാരണഗതിയിലാക്കാനൊക്കെ നമ്മളെ സഹായിക്കും. ചിലവർക്ക് വയറുറച്ചിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചാൽ. അപ്പോൾ ആ ഒരു നാരങ്ങ വെള്ളം എന്നുള്ള രീതിയിലും ഇത് നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ ഇത് നാരങ്ങ വെള്ളമല്ല, അതിലേക്ക് ഇനിയും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് തടി കുറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുമ്പോൾ ഒരു വെറൈറ്റി രുചി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് തേനൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു തേൻ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേനില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. ഈ ഒരു ഉപ്പും ഇത് മാത്രം മതി. പക്ഷെ നിങ്ങൾ ഒരിക്കലും പഞ്ചസാര ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ. ഞാൻ ഏതായാലും കുറച്ച് തേൻ എടുക്കുന്നുണ്ട്, നിങ്ങളടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ തേനില്ല എന്ന് വിചാരിച്ചിട്ട്, കാരണം ഇപ്പോൾ എല്ലാവരുടെ അടുത്തും തേനൊന്നും ഉണ്ടാവില്ല, അപ്പോൾ തേനില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യണ്ട. തേൻ അങ്ങോട്ടും മാറ്റി വെച്ചാൽ വേണ്ടി. പക്ഷെ തേന് ഇനിയിപ്പോൾ ഇതൊന്നും നമ്മളെ സബ്ജാ സീഡ്സ് ഒന്നും നമ്മളെ കയ്യിലില്ല എങ്കിൽ തന്നെ വെറും തേനും ഇളം ചൂടുള്ള വെള്ളവും, അതല്ലാന്നുണ്ടെങ്കിൽ വെറും തേനും ചെറുനാരങ്ങയും ഇളം ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ മുമ്പൊക്കെ വണ്ണം കുറക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള, ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും തൈറോയ്ഡുള്ള ആളുകൾക്കൊക്കെ ഇനിയിപ്പോൾ വണ്ണം കുറയാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും ഇത് കഴിച്ചാൽ തൈറോയ്ഡൊക്കെ നല്ലോണം സുഖമാവും കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് പേഷ്യൻറ്റിനൊന്നും എല്ലാ ഡ്രിങ്കും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കി കുടിച്ചോളൂ, വേണ്ടി വണ്ണം കുറയണം, വയറ് കുറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. ഈ തേനെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ പറ്റുന്ന എൻസൈമുകൾ ഈ ചെറുതേനിലായാലും ഏത് തേനിലായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ചെറുതേൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്താണ്, ഈ ചെറുതേനെന്ന് പറഞ്ഞാൽ ചെറുതേൻ ഉണ്ടാക്കുന്ന തേനീച്ച പൂക്കളിൽ നിന്ന് മാത്രം തേൻ ശേഖരിക്കുന്നുള്ളൂ. പൂക്കളുടെ അകത്ത് ഒട്ടേറെ അമോമാറ്റിക് എന്ന് പറഞ്ഞ മെഡിസിനൽ ഉണ്ട്, എമ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തേനീച്ച തേന് വലിച്ചെടുക്കുമ്പം ഈ മരുന്നും വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് തേനായി മാറുമ്പം അതിനുള്ള മരുന്നും ഈ തേനിലുണ്ട്. അങ്ങനെയാണ് ചെറുതേന് ഇൻ്റലക്ച്വൽ ബൂസ്റ്റർ ആയി മാറുന്നത്. അത്രക്കും സംഭവമാണ് ചെറുതേന്. അപ്പോൾ തേൻ എടുത്തിട്ട് നമ്മൾ ചെറുതേൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങും. പക്ഷെ അത് ചെറുതേനാവോന്നൊന്നും നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ നമ്മളെന്താ കാട്ടണം, നമുക്കിപ്പോൾ ചെറുതേൻ തന്നെ കിട്ടാൻ വഴി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെറുതേൻ എന്ന് പറഞ്ഞ് വാങ്ങുക, എന്നിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ല ഇഷ്ടത്തോടു കൂടി കുടിക്കും. കാരണം ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല. അപ്പോൾ ഇത് വീഡിയോ എടുക്കുക ആയതുകൊണ്ടാണ് ഇത് കുറച്ച് സമയം വെച്ചിട്ട് ചെയ്ത് കാണിക്കണത്. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി അങ്ങോട്ട് കാണിച്ചാൽ ഒരു പക്ഷേ ചിലർക്കൊന്നും കുടിക്കാൻ അത്ര മൈൻഡ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു മെഡിസിനുകൾ തന്നെ പറയണം. കാരണം അത്രക്കും സംഭവങ്ങളാണ് ഈ ഒരു കസ്കസ് എന്നൊക്കെ നമ്മൾ പറയണ സബ്ജാ സീഡ്സ്. അപ്പം സബ്ജാ സീഡ്സും അതുപോലെ തന്നെ ചിയാ സീഡ്സും ഉണ്ട്. അപ്പം സബ്ജാ സീഡ്സ് വേറെ, ചിയാ സീഡ്സ് വേറെ കേട്ടോ. സബ്ജാ സീഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലാക്ക് കളറായിരിക്കും. അത് വെള്ളത്തിൽ അങ്ങോട്ട് ഇടുമ്പോഴേക്കും അങ്ങോട്ട് നല്ല വഴുവഴുപ്പായിട്ട് വരും. പക്ഷെ നമ്മൾ ഈ ചിയാ സീഡ്സ് എന്ന് പറഞ്ഞത് നമ്മൾ വെള്ളത്തിൽ ഇട്ട പാടൊന്നും കുതിർന്ന് കിട്ടൂല. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കാണ് ഇത് നല്ലൊരു കുതിർന്ന് കിട്ടുക. അതിന് കുറച്ചൊരു വൈറ്റും കറുപ്പൊക്കെ ആയിട്ടാണ് നമുക്കത് അനുഭവപ്പെടുക. ഇത് നല്ല ഡാർക്ക്, നല്ല ബ്ലാക്ക് ആയിരിക്കും കേട്ടോ ഈ ഒരു ചിയാ സീഡ്സ്, സബ്ജാ സീഡ്സ്. അപ്പോൾ അത് രണ്ട് തന്നെയാണ്. രണ്ടിനും വെവ്വേറെ ഗുണങ്ങളുമാണ്.
അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചേർത്ത സാധനം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇത്രയും ഗൗരവമായിട്ട് പറഞ്ഞു തന്നെ. ഒരുപാട് ആളുകളൊക്കെ പറയും വീഡിയോ വലിച്ചു നീട്ടുകയാണെന്നൊക്കെ. പക്ഷെ നമ്മളൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടെ പറയുമ്പോഴാണ് നിങ്ങളിത് നല്ല ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കുള്ളൂ, കഴിക്കുള്ളൂ. ഇതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും കൂടി പറഞ്ഞു തരണം. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ സബ്ജ സീഡ്സ് എടുത്തിട്ട് കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് ചെറുനാരങ്ങ നീര് ഉറ്റിച്ചിട്ട് പിന്നെ കുറച്ച് തേൻ ഉറ്റിച്ചിട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് കുടിച്ചോളി എന്ന് പറയാം, നിങ്ങൾ വയറ് കുറയും. പക്ഷേ അതിപ്പോൾ ആർക്കും അത്ര അങ്ങോട്ട് തലമണ്ടേ കയറൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ചിലർക്കൊക്കെ സംശയമാണ് ഇത് കുടിച്ചാൽ എന്തേ പറ്റുമോ, ഇതൊക്കെ ഒരു മെഡിസിനായിട്ട് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല മെഡിസിൻ തന്നെയാണ്, ഇതാർക്കും കഴിക്കാം. ചിലതൊന്നും ചില അസുഖമുള്ളവർക്ക് പറ്റില്ല, പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വ്യായാമം വേണ്ടാന്ന് ഞാൻ പറയില്ല കേട്ടോ, വ്യായാമം ചെയ്തോളൂ. ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു സംഭവമാണ്. രാവിലെ എണീറ്റിട്ടൊക്കെ കുറച്ച് സമയം നമ്മൾ എന്താണ് ബ്രീത്തിങ് എക്സസൈസോ അതല്ലെങ്കിൽ എന്ത് എക്സസൈസും ചെയ്യണത്, അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ നടക്കുക, അതൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ അതിനൊന്നും കഴിയാത്ത ആളുകളുണ്ടാവും, ഒരുപാട് വയറും നടക്കുന്ന, ഒരുപാട് വണ്ണും കുറേ കൊഴുപ്പും കൊളസ്ട്രോളും BP എല്ലാം കൂടിയിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവർക്ക് അനങ്ങാൻ കാലിന് സുഖമില്ലാത്തോല്, ഊരക്ക് സുഖമില്ലാത്തോല്, ഹാർട്ടിന് സുഖമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് വണ്ണം കുറക്കാൻ പറ്റുള്ളൂ. അപ്പം അതൊന്നും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, എക്സസൈസ് വ്യായാമം ഒക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ ഈ വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടും. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ലൈക്ക് തരി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.